നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 207 207. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 4 ശ്ലോകം 26. ഉദ്ധവാച നനു തേ തത്വസംരാധ്യാ ഋഷികൗശാരവോ വന്ദിമേ സാക്ഷാൽ ഭഗവതാദിഷ്ടോ മർത്യലോകം ജിഹാസദാ. നനു തേ തത്വസംരാധ്യാ ഋഷികൗശാരവോ വന്ദിമേ സാക്ഷാൽ ഭഗവതാ ആദിഷ്ടോ മർത്യലോകം ജിഹാസദാ. ഇതിന് വാക്കാർത്ഥം പറയുമ്പോൾ മനുഷ്യലോകത്തെ ഉപേക്ഷിപ്പാൻ ആഗ്രഹിച്ച സാക്ഷാൽ ആത്മഭഗവാനാൽ എൻ്റെ അരികത്തുണ്ടായിരുന്ന മൈത്രേയ മഹർഷി അങ്ങേക്ക് തത്വജ്ഞാനം സമ്പാദിപ്പാൻ ആരാധ്യനായിട്ട് കൽപ്പിക്കപ്പെട്ടു. അതായത് ഉദ്ധവർ പറഞ്ഞു, എനിക്ക് അതിന് അധികാരം തന്നിട്ടില്ല, പക്ഷേ എൻ്റെ സവിധത്തിൽ മൈത്രേയ മഹർഷിക്ക് വിതുരരെ അങ്ങേക്ക് ആത്മോപദേശം ചെയ്യാൻ വേണ്ടി ഭഗവാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഭക്തൻ്റെ ആഗ്രഹം എന്താണെന്ന് ഭഗവാൻ എപ്പോൾ വേണമെങ്കിലും അറിയും. അതിന് സമയം അനുകൂലമാവുമ്പോൾ ഭഗവാൻ അത് ഏർപ്പാട് ചെയ്യും. അതാണ് അർഹമായതും അനർഹമായതും വ്യത്യാസമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തെല്ലാം പൂർവജന്മാന്തര കർമ്മഫലമായിട്ട് നമ്മൾ സമ്പാദിക്കണോ അതൊക്കെ നമുക്ക് സ്വന്തം, അല്ലാത്തതൊന്നും നമുക്ക് സ്വന്തമല്ല, അർഹമല്ലാത്തതാണ്. ആ അനർഹമായ കാര്യങ്ങളിൽ ആഗ്രഹം വന്നാൽ അത് നരകപ്രാപ്തിക്ക് കാരണമാകുന്നു എന്ന് ഭാഗവതം പറയുന്നു. അപ്പോൾ ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം പറയാം. ഉദ്ധവരെന്താ പറഞ്ഞത്? ഹേ വിതുര, മനുഷ്യലോകത്തെ വിട്ടുപോവാൻ ആരംഭിച്ച ഭഗവാൻ എൻ്റെ അരികെ നിൽക്കുന്ന മൈത്രേയ മഹർഷിയോട് അങ്ങയ്ക്ക് ആത്മതത്വം ഉപദേശിപ്പാൻ കൽപ്പിച്ചിരിക്കുന്നതിനാൽ അങ്ങ് മൈത്രേയരെ തന്നെ തത്വോപദേഷ്ടാവായി സ്വീകരിക്കണം. എല്ലാറ്റിനും അർഹതപ്പെട്ട ആൾക്കാരെ ഭഗവാൻ കണ്ടുപിടിച്ച് നിയമിക്കും. അതിനുള്ള ക്ഷമ നമുക്കുണ്ടാവണം. ഇനി ശ്രീ ശുകാവാച ശ്ലോകം 27. ഇതി സഹ വിദുരേണ വിശ്വമൂർത്തേർഗുണകഥയാ സുധയാ പ്ലാവിതോരുതാപഃ ക്ഷണം ഇവ പുളിനേയമസുസ്താം സുമുഷിത ഔഭഗവീർനിശാം തതോ അഗാത്. ഇതി സഹ വിദുരേണ വിശ്വമൂർത്തേർഗുണകഥയാ സുധയാ പ്ലാവിതോരുതാപഃ ക്ഷണമിവ പുളിനേയമസുസ്താം സമുഷിത ഔഭഗർവീർനിശാം തതോ അഗാത്. അതിൻ്റെ വാക്കാർത്ഥം ഇപ്രകാരം വിതുരരോടുകൂടെ ലോകസ്വരൂപൻ്റെ ഗുണകഥയാകുന്ന അമൃതത്താൽ പെട്ടെന്നെന്ന പോലെ മഹാസന്താപങ്ങൾ അറിയാതിരുന്ന ഉദ്ധവർ കാളിന്തിയുടെ മണൽത്തട്ടിൽ ആ രാത്രിയെ കഴിച്ചു, പിന്നെ ഗമിച്ചു. രാത്രി അവിടെ വെച്ച് പിന്നെ പോയി. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം ശ്രദ്ധിക്കുക. ശ്രീ ശുകമുനി അരുളി ചെയ്തു, ഉദ്ധവർ വിതുരരോടുകൂടെ ഇപ്രകാരം ഭഗവാന്റെ ഗുണകഥയാകുന്ന അമൃതത്തിൻ്റെ അനുഭവം നിമിത്തം സംസാരജന്യങ്ങളായ ആധ്യാത്മികാദി മഹാതാപങ്ങളെ ഒട്ടും അറിയാതെ, കാരണം ആധ്യാത്മികാദി മഹാതാപങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലാതെ ഉദ്ധവരെ വളരെ വേഗം പരമാനന്ദത്തിൽ മുഴുകിയവനായിട്ട് യമുനാ നദിയുടെ കരയ്ക്കൽ ആ രാത്രി കഴിച്ചു. പുലർന്നതിൽ പിന്നെ ബദരികാശ്രമത്തിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഹോട്ടൽ മുറി ഉണ്ടോയെന്നൊന്നും ചോദിച്ചിട്ടില്ല അവിടെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എവിടെ സൗകര്യം വെച്ചാൽ അവിടെ പിന്നെ ഉറക്കം വന്നാൽ കിടക്കുന്നൂടാ.
വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ രാജോവാച 28-ാമത്തെ ശ്ലോകം പറയുന്നു, നിധനമുപഗതേഷു വൃഷ്ണിഭോജേഷ്വധിരഥയൂഥപയൂഥപേഷു മുഖ്യാ സതുകഥമവശിഷ്ട ഉദ്ധവോ യദ്ധരിരവിതത്യജ ആകൃതിം ത്രദീശ. നിധനമുപഗതേഷു വൃഷ്ണിഭോജേഷ്വദ്ധരിധയൂഥപയൂഥപേഷു മുഖ്യാ സതു കഥമവശിഷ്ട ഉദ്ധവോ യദ്ധരിരഭിത്യജ ആകൃതിം ത്രദീശാം. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം അധിരഥന്മാർ, സേനാപതിമാർ, അവരുടെയും അധിപന്മാർ തുടങ്ങിയ വൃഷ്ണികളും ഭോജന്മാരും മരണത്തെ പ്രാപിച്ചിരിക്കെ ആ ഉദ്ധവരാകട്ടെ എങ്ങനെ ബാക്കിയായി? എന്തുകൊണ്ടെന്നാൽ പ്രധാനിയും ത്രിഗുണസ്വാമിയുമായ ഹരി ശ്രീനാരായണനും സ്വരൂപത്തെ ഉപേക്ഷിച്ചു. അതായത് വൃഷ്ണിവംശം മുഴുവൻ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉദ്ധവരെ മാറി? ഉദ്ധവര് പരമജ്ഞാനിയാണ്. അദ്ദേഹം മധുപാനം ചെയ്ത് ലഹള കൂട്ടില്ല, ഒന്നാമത്. പിന്നെ അദ്ദേഹം ഭരിക്കേണ്ട ആളല്ല അവിടെ. അപ്പോൾ ഭഗവാൻ അതെല്ലാം കൂലങ്കുഷമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടാണ്. അപ്പോൾ ഭഗവാന്റെ ഇരിപ്പിടം നോക്കി തുളസിമാലയുടെ ഗന്ധം പിടിച്ച് അദ്ദേഹം നടന്നു വന്നു എന്നൊക്കെയാണ് കഥ പറയണത് അല്ലേ. അതുകൊണ്ട് രാജാവ് ചോദിച്ചു, പരീക്ഷിത് മഹാരാജാവ് ശുഗമുനിയോട് ചോദിച്ചു, എന്താ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? അധിരഥന്മാരും അവർക്കും മീതെയുള്ള സേനാധിപന്മാരും അവരെക്കാൾ ഉൾക്കട വീരശാലികളായ യാദവന്മാരും ഭോജന്മാരും നശിച്ചുവെന്നു മാത്രമല്ല, എല്ലാവരിലും വെച്ച് മുഖ്യനും ത്രിമൂർത്തികളുടെ ഈശ്വരനുമായ ശ്രീകൃഷ്ണനും കൂടെ സ്വരൂപത്തെ ഉപേക്ഷിച്ചിരിക്കെ ഉദ്ധവർ എങ്ങനെ അവശേഷിച്ചു? ഇതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം എന്താ? വിതുരരെ വഴിയിൽ വെച്ച് കാണാനും മൈത്രേയ മഹർഷിയാൽ അങ്ങേക്ക് ബ്രഹ്മോപദേശം കിട്ടും എന്നുള്ള ഒരു ദൂത് പറയണം. അതന്നെ. അപ്പോൾ കാര്യമില്ലാണ്ട് കാരണം ഉണ്ടാവില്ല, കാരണമില്ലാണ്ട് കാര്യം ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് മറുപടിയായിട്ട് ശുഖബ്രഹ്മർഷി പറയുന്നു. ശ്രീ ശുഖാവാച 29-ാമത്തെ ശ്ലോകം, ബ്രഹ്മശാപപദേശേന കാലേന അമോഘവാഞ്ചിത സംഹൃത്യ സ്വകുലം നൂനം ത്യക്ഷൻ ദേഹം അചിന്തയത്. ബ്രഹ്മശാപപദേശേന കാലേന അമോഘവാഞ്ചിത സംഹൃത്യ സ്വകുലം നൂനം ത്യക്ഷൻ ദേഹം അചിന്തയത്. ഇതിൻ്റെ വാക്കാർത്ഥം, ബ്രാഹ്മണശാപം എന്ന വ്യാജമായിരിക്കുന്ന കാലത്താൽ സത്യസങ്കല്പൻ തൻ്റെ കുലത്തെ സംഹരിച്ചിട്ട് ദേഹത്തെ ഉപേക്ഷിക്കുവാൻ ഇച്ഛിക്കുന്നവനായിട്ട് ചിന്തിച്ചു. അതിൻ്റെ എന്താ പറയുക, ഒരു പൊതുവെയുള്ള അർത്ഥത്തിലേക്ക് പോവാം. അപ്പം എന്താ പറയുക, ശുഗമുനി അരുളി ചെയ്തു, ബ്രാഹ്മണശാപമാണ് യദുകുലം നശിപ്പാൻ കാരണം എന്നൊരു വാദം ലോകത്തിൽ നടക്കുന്നുവെന്നേ മാത്രമുള്ളൂ. ഭഗവാൻ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി, മനസ്സിലായില്ലേ? വാസ്തവത്തിൽ കാലസ്വരൂപനായ ഭഗവാന്റെ ഇച്ഛ തന്നെ കുലനാശത്തിന് കാരണം. സ്വേച്ഛയാ സംഭവിച്ച ബ്രാഹ്മണശാപത്തെ ആയുധമാക്കിയിട്ട് സ്വകുലത്തെ സംഹരിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വശരീരത്തെയും ഉപേക്ഷിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ ഇപ്രകാരം വിചാരിച്ചു. എപ്രകാരം എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ പറയും. അപ്പോൾ ഇതിൻ്റെ ഭാവാർത്ഥം നമുക്ക് പറയാം. അത് ഭാവാർത്ഥമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി 30-ാമത്തെ ശ്ലോകം, അസ്മാൻ ലോകാതുപരതേ മയി ജ്ഞാനം മദാശ്രയം അർഹത്യുദ്ധവ ഏവാദ്ധ സംപ്രത്യ ആത്മവതാം വരാം. തസ്മാൻ ലോകാതുപരതേ മയി ജ്ഞാനം മദാശ്രയം അർഹത്യുദ്ധവ ഏവാദ്ധ സംപ്രത്യാത്മവതാം വരാം. ഞാൻ അനുവാക്കാർത്ഥം, ഞാൻ ഈ ലോകത്തിൽ നിന്ന് പിൻവലിക്കുമ്പോൾ, അതായത് സ്വമേധയാ സ്വധാമപ്രാപ്തി പോകുമ്പോൾ
എൻ്റെ പരമാർത്ഥ സ്വരൂപജ്ഞാനത്തെ ആത്മാവിനെ അറിഞ്ഞവരിൽ ഉത്കൃഷ്ടനായ ഉദ്ധവർ തന്നെ സാക്ഷാത്കരിപ്പാൻ അർഹനായിട്ടുള്ളൂ. വളരെ ശ്രദ്ധിക്കേണ്ട ഗൗരവമായിട്ടുള്ള കാര്യം. തൻ്റെ ആത്മോപദേശം അർഹിക്കുന്നത് ഉദ്ധവൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ സ്ഥിതി എന്താ? അതുകൊണ്ട് അദ്ദേഹത്തിനെ ഒഴിവാക്കി നിർത്തി. അതന്നെ ഞാൻ ഈ ലോകത്തിൽ നിന്നും മറഞ്ഞു പോയാൽ പിന്നെ എൻ്റെ പരമാർത്ഥ തത്വത്തെ ശരിയായി അറിയുവാനുള്ള യോഗ്യത ഇന്നുള്ള ആത്മജ്ഞാനികളിൽ ശ്രേഷ്ഠനായ ഉദ്ധവർക്ക് മാത്രമേ ഉള്ളൂ. അന്ന് ആരൊക്കെ ഉണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല. ഉദ്ധവ പ്രശ്നമുണ്ടോ? ഇനി 31-ാമത്തെ ശ്ലോകം. ന ഉദ്ധവോ അന്വഭിമന്യുനോ യദ്ഗുണൈർന ആർദ്ധിത പ്രഭു അതോ മദ്വയുനം ലോകം ഗ്രാഹയന്നിഹ തിഷ്ഠതു. ന ഉദ്ധവോ അന്വഭിമന്യുനോ യദ്ഗുണൈർനാർദ്ധിത പ്രഭു അതോ മദ്വയുനം ലോകം ഗ്രാഹയന്നിഹ തിഷ്ഠതു. ഉദ്ധവർ അല്പമാത്രവും എന്നിൽ നിന്ന് കുറഞ്ഞവനല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാനെ പോലില്ല എന്ന് നമ്മൾ പറയണു. പക്ഷെ ഭഗവാൻ പറഞ്ഞു എനിക്ക് എന്തറിയും അത് ഉദ്ധവൻ അറിയും. ഭാഗവതം പഠിച്ചാൽ ഭഗവാനെ പറ്റിയിട്ടുള്ളത് നമുക്കും അറിയാം. വേണ്ട മാതിരി ആവണമെന്ന് മാത്രം. അതിനെ മമതയ്ക്ക് വേണ്ടി ഉപയോഗിക്കരുത്. ഏതൊരറിവും സ്വാർത്ഥബുദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കരുത്. അത് അപകടം. അപ്പോൾ അല്പമാത്രയും എന്നിൽ നിന്ന് കുറഞ്ഞവനല്ല. എന്തുകൊണ്ടെന്നാൽ സമർത്ഥനായ അവൻ ഗുണങ്ങളാൽ പീഡിക്കപ്പെട്ടവനല്ല, പ്രകൃതി ഗുണങ്ങളാൽ പീഡിക്കപ്പെട്ടവനല്ല അവൻ. അതാണ്. അപ്പോൾ നമ്മളും മായയിൽ കുടുങ്ങാതെയിരിക്കുകയാണ് വിചാരിക്കുക. ഗുണാതീതനായിരിക്കുന്ന പരമ്പൊരുളിനെ ധ്യാനിച്ച് സന്തോഷിക്കുകയാണെങ്കിൽ നമ്മൾക്കും ആ പദാവാം. അതുകൊണ്ടാണ് പറഞ്ഞത്, അതുകൊണ്ട് എൻ്റെ സ്വരൂപത്തെ സംബന്ധിച്ച ജ്ഞാനത്തെ ലോകത്തെ ഗ്രഹിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ വസിക്കട്ടെ. ഉദ്ധവൻ വസിക്കട്ടെ. അങ്ങനെ ഭാവാർത്ഥം. ഉദ്ധവർ എന്നിൽ നിന്ന് അല്പവും കുറഞ്ഞവനല്ല. ഇത് വലിയൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. എന്തുകൊണ്ടെന്നാൽ തത്വം അറിഞ്ഞിരിക്കുന്ന ഉദ്ധവരെ ഉപദ്രവിക്കാൻ ഗുണകാര്യങ്ങൾക്ക് സാധിച്ചിട്ടില്ല. സാത്വിക രാജസ താമസ ഗുണങ്ങൾക്ക് ഉദ്ധവരുടെ മനസ്സിനെ ഇളക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എൻ്റെ സ്വരൂപമായ ജ്ഞാനത്തെ, ഭഗവാന്റെ സ്വരൂപം എന്താ? ജ്ഞാനസ്വരൂപം എന്നാ. അത് ആചാര്യന്മാരും മറ്റുള്ളവരും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ നമ്മൾക്ക് സംശുദ്ധമായ ഭക്തന്മാരെ വാർത്തെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ജ്ഞാനസ്വരൂപത്തെ, അറിവാകുന്ന സ്വരൂപത്തോടു കൂടിയവർ ഉപദേശിച്ചുകൊണ്ട് ഉദ്ധവർ ഈ ലോകത്ത് ഇരിക്കണം എന്നാണ് പറഞ്ഞത്. എവർലാസ്റ്റിംഗ്. അതിൻ്റെ ഒരു ആഴം, ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒരു ആഴം പറഞ്ഞറിയാൻ പറ്റില്ല. 32-ാമത്തെ ശ്ലോകം. ഏവം ത്രിലോക ഗുരുണാ സന്ദിഷ്ട ശബ്ദയോനിനാ ബദര്യാശ്രമമാസാധ്യ ഹരിമീജേ സമാധിനാ. ഏവം ത്രിലോക ഗുരുണാ സന്ദിഷ്ട ശബ്ദയോനിനാ ബദര്യാശ്രമമാസാധ്യ ഹരിമീജേ സമാധിനാ. അപ്പോൾ വേദത്തിൻ്റെ കാരണഭൂതനായ ഭഗവാൻ ത്രിലോക ഗുരുവിനാൽ ഇപ്രകാരം കൽപ്പിക്കപ്പെട്ടതിനാൽ ബദര്യാശ്രമത്തെ പ്രാപിച്ചിട്ട് സമാധിയോഗം കൊണ്ട് ഹരിയെ പൂജിച്ചു. സമാധിയോഗം കൊണ്ട് പൂജിക്കണമെങ്കിൽ അവിടെ നെയ്യോ ചമതയോ പുഷ്പമോ കിണ്ടിയോ ശംഖോ ഒന്നും വേണ്ട. ആ സുലളിതമായിട്ടുള്ള അവസ്ഥയെ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹം കൂടിയേ തീരുമെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, ഉദ്ധവർ ബദരിയാശ്രമത്തിൽ സമാധി യോഗത്താൽ ഹരിയെ ആരാധിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞു.
ഇനി ഒരു 3 ശ്ലോകം 33, 34, 35 ഒന്നായിട്ട് പോവും. വിദുരോ അപ്യുദ്ധവാശുത്വാ കൃഷ്ണസ്യ പരമാത്മനാ ക്രീഡയോ വാത്തദേഹസ്യ കർമാണി ശ്ലാഘിതാനി ച ദേഹന്യാസം ച തസ്സേവം ധീരാണാം ധൈര്യവർദ്ധനം അന്യേഷാം ദുഷ്കരതരം പശൂനാം വിക്ലവാത്മനാം ആത്മാനം ച ഗുരുശ്രേഷ്ഠ കൃഷ്ണേന മനസേക്ഷിതം ധ്യായൻ ഗതേ ഭാഗവതേ രുരോധ പ്രേമവിഹ്വല. ആണുങ്ങളും കരയും പെണ്ണുങ്ങളും കരയും. പക്ഷേ പ്രേമം ആർക്കുണ്ട്? പ്രേമത്തിൽ പ്രേമ വിഹരത വിരത എന്താ പറയുക, ഭഗവാന്റെ പ്രസൻസ് ഇല്ലായ്മ ആണ്. അതായത് സ്ഥൂലമായിട്ട് കാണുമ്പോഴത്തേണ്ട ഒരു രസമുണ്ടല്ലോ, അതന്നെ. അപ്പോൾ പറഞ്ഞു, പരമാത്മാവായും ലീലയാൽ സ്വീകരിക്കപ്പെട്ട ശരീരത്തോടുകൂടി ഇരിക്കുന്ന കൃഷ്ണൻ്റെ പ്രശംസിക്കപ്പെട്ട കർമ്മങ്ങളെയും ധീരന്മാരുടെ ധൈര്യത്തെ വർദ്ധിപ്പിക്കുന്നതും, ധൈര്യം എല്ലാവരിലും ഉണ്ട്. പക്ഷെ അതിനെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? ഈശ്വരഹിതം വേണം. ഈശ്വരൻ്റെ തത്വശാസ്ത്രങ്ങൾ മനസ്സിലാക്കിയവർക്ക് ധൈര്യം ഉണ്ടാവുള്ളൂ, അല്ലാത്തവർക്ക് ധൈര്യം ഉണ്ടാവില്ല. അപ്പോൾ നോക്കൂ, ഇപ്പോൾ അടുത്ത ഒരു 93 വയസ്സായിട്ടൊരു സ്വാമി പാലക്കാട്ട് നിന്ന് ശബരിമലയ്ക്ക് നടന്നു. കഴിഞ്ഞ 50 വർഷമായിട്ട് അദ്ദേഹം നടക്കണമെന്നാണ് പറഞ്ഞത്. ഒറ്റയ്ക്ക്, ആരും സഹായത്തിനില്ല. അയ്യപ്പൻ മനസ്സിലും വഴികാട്ടിയായിട്ട്. അതേപോലെ ഇവിടെ കുന്നംകുളടുത്ത് ഒരു കോമരം, അദ്ദേഹം നായരാണ്, 36,008 നാളികേരം ഒരു 7-8 മണിക്കൂറിൽ 8 ചില മണിക്കൂറിൽ എറിഞ്ഞു. ഇരുന്നിരിപ്പിൽ കാലുകൂടി മാറ്റാതെ കണ്ട്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ആൾമൈറ്റിയുടെ ശക്തി നമ്മുടെ ഉള്ളിലോ ഉണ്ട്. പക്ഷെ അത് എങ്ങനെ നമ്മൾ പുറത്തേക്ക് എടുക്കും? അതിനാണ് ഭാഗവതത്തിനെ ആശ്രയിക്കുക, ഭഗവാനെ ആശ്രയിക്കുക. ഭഗവാനും ഭാഗവതും വ്യത്യാസമില്ല. അപ്പോൾ ധൈര്യത്തെ വർദ്ധിപ്പിക്കുന്നതും വിവശമായ മനസ്സോടുകൂടിയ അന്യന്മാരായ പശുക്കൾ എന്ന് പറഞ്ഞ അർത്ഥം ജ്ഞാനം ഉറക്കാത്തവരെ എന്നർത്ഥം പറഞ്ഞാൽ മതി, വേറൊന്നും പറയണ്ട. അപ്പോൾ അന്യന്മാരായ പശുക്കൾക്ക് അത്യന്തം ദുഷ്കരവുമായ അവൻ്റെ ശരീരത്യാഗത്തെയും ഉദ്ധവനിൽ നിന്ന് കേട്ടിട്ട് വിതുരരും കൃഷ്ണനാൽ മനസ്സുകൊണ്ട് തന്നെ വിതുരനെ കടാക്ഷിക്കപ്പെട്ടതിനെ മനസ്സുകൊണ്ട് വിതുരരെ കടാക്ഷിച്ചു. എന്താ പിന്നെ ധൃതരാഷ്ട്രെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, പറ്റില്ല. അതന്നെ വേദവ്യാസരുടെ അങ്ങനെ കൊണ്ട് കാര്യമുണ്ടോ? വേദവ്യാസരുടെ എന്ത് ഗുണ ഇദ്ദേഹത്തിന് കിട്ടിയത്, വ്യാസർക്ക് കിട്ടിയത്? അതൊക്കെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ കടാക്ഷിക്കപ്പെട്ടതിനെ ഓർത്തുകൊണ്ട് ഭഗവാൻ ഞാൻ നേരാവണം, എനിക്ക് ആത്മോപദേശം തരണം എന്ന് മൈത്രേയനെ പറഞ്ഞ് ചട്ടം കെട്ടിയത് എന്നോടുള്ള സ്നേഹവായ്പ കൊണ്ടല്ലേ? അതാണല്ലോ ശരി, അതാണ് ശരി. അപ്പോൾ ഭഗവത് ഭക്തൻ പോയപ്പോൾ കരഞ്ഞു. ഉദ്ധവർ ഇത്രയും പറഞ്ഞ സ്ഥലം വിട്ടപ്പോൾ അദ്ദേഹം തേങ്ങി കരഞ്ഞു. ഇപ്പോൾ ചെറിയൊരു സിമ്പിൾ എക്സാമ്പിൾ, ഞാൻ ജീവിച്ചു വന്ന സാഹചര്യം, എൻ്റെ ഔദ്യോഗിക പദവി, ഇതൊന്നും ഒരു ബന്ധമില്ലാത്തതാണ് ഈ ആചാര്യസ്ഥാനം. അപ്പോൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷം ഉള്ളത് കൊണ്ട് ഇതൊക്കെ നടന്നു വരുന്നു. അതുകൊണ്ടാണ് നിഷ്കാമകർമ്മം, അതാണ് ഉദ്ദേശം. നിഷ്കാമകർമ്മ ചെയ്യുന്നത്, ഒന്നും കാമിച്ചിട്ടല്ല. എന്നാൽ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞ പോലെ കുറച്ച് അഭ്യസ്ത വിദ്യരാവണം, ആധ്യാത്മിക പ്രചോദനത്തിൽ ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ഏതാനും ആൾക്കാർക്ക് ഇത് ഉപകാരമാവുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്, അത്രയേ ഉള്ളൂ. അത് ഈശ്വരൻ്റെ നിശ്ചയം. അപ്പോൾ രുരോധ എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ഹേ ഗുരുശ്രേഷ്ഠ, അതായത് ഇവിടെ പിന്നെ എന്താണെന്ന് പറയുക, സുഖബ്രഹ്മവർഷി
പരീക്ഷിത് മഹാരാജ് അവനോട് പറയാണ്, ലോകാനുഗ്രഹ രൂപമായ ലീലയെ, ഭഗവാൻ അവതാരം ചെയ്യണത് എന്തിനാ? ലീലാനുഗ്രഹ രൂപമായ ലീലയെ സാധിക്കുവാൻ വേണ്ടി ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്ന പരമാത്മാവായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ചെയ്തതും പ്രശംസിപ്പാൻ യോഗ്യങ്ങളുമായ കർമ്മങ്ങളെയും വിഷയാശകൾ തിങ്ങിയിരിക്കുന്ന മനസ്സോടുകൂടിയ പശുപ്രായന്മാരായവർക്ക് സാധിപ്പാൻ കഴിയാത്തതും. പശുപ്രായക്കാർ, ബുദ്ധി ഉറയ്ക്കാത്തവർ, ആത്മീയ ബുദ്ധി ഉറയ്ക്കാത്തവർ, അങ്ങനെ ആവണോ നമ്മൾ? വേണ്ട, ഒരു കാര്യം നടക്കില്ല. അതുകൊണ്ടാണ് പുനരഭിജനനം പുനരഭിമരണം ഉറപ്പിക്കല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ധീരന്മാർക്ക് ധൈര്യാവഹവുമായ ശ്രീകൃഷ്ണ ശരീരത്യാഗം ഉദ്ധവരിൽ നിന്ന് കേട്ടറിഞ്ഞ വിതുരർ ശ്രീകൃഷ്ണമൂർത്തി സ്വദേഹത്തെ വെടിയുന്ന സമയത്തിൽ മൈത്രേയരോട് തനിക്ക് പരമോത്മദേശം ആത്മോപദേശം ചെയ്യണമെന്ന് അരുളി ചെയ്ത സംഗതിയെ ഓർത്തപ്പോൾ തന്നിൽ ഇത്രത്തോളം കരുണാകടാക്ഷമുണ്ടായിരുന്ന ഭഗവാൻ വിതുരര ഉറക്കത്തിൽ വിചാരിച്ചിട്ടില്ല, ശ്രീകൃഷ്ണന് എന്നോട് ഇത്രയൊക്കെ താല്പര്യമുണ്ട്, എൻ്റെ പൂജയ്ക്ക്. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. വിതുരർ ചെയ്ത ആത്മാർത്ഥമായ ധർമ്മത്തിന് വേണ്ടി നിലകൊണ്ട വിതുരരുടെ പൂജകൾ ഭഗവാൻ സ്വീകരിച്ചു. അതാണ് ധർമ്മത്തിന് അനുകൂലമായി നിന്നു. അപ്പോൾ കരുണാകടാക്ഷമുണ്ടായിരുന്ന ഭഗവാൻ പിരിഞ്ഞു പോയതിനെ ആലോചിച്ചിട്ട് കരഞ്ഞു. ഭഗവാന്റെ പരമഭക്തനായ ഉദ്ധവരുടെ വിയോഗവും വിതുരരുടെ കരച്ചിലിന് മതിയായ മറ്റൊരു കാരണമായി ഭവിച്ചു. ഇനി 4ാമത്തെ ശ്ലോകത്തിലെ അവസാനത്തെ ശ്ലോകം 36. കാളിന്ദ്യാകതിഭി സിദ്ധ അഹോഭിർഭരതർഷവാ പ്രാപദ്യത സത്സരിതം യത്ര മിത്രാസുതോ മുനി. കാളിന്ദ്യാകതിഭി സിദ്ധ അഹോഭിർഭരതർഷവാ പ്രാപദ്യത സ്വശരിതം യത്ര മിത്രാസുതോ മുനി. ഭക്തിയോഗം പരിപൂർണമായിട്ടുള്ള ഗുരുശ്രേഷ്ഠൻ ആര്? വിതുരരെ. ഇവിടെ വിതുരരെ കുറേ ദിവസങ്ങൾ കൊണ്ട് കാളിന്ദിയിൽ നിന്ന് ഗംഗാനദിയെ പ്രാപിച്ചു. മിത്രാപുത്രനായ മുനിയുണ്ടോ? ഏതു ദിക്കിൽ മൈത്രേയൻ അന്വേഷിച്ച് പോവാണ്. എന്താ വാക്ക്? മിത്രാസുത മുനി മൈത്രേയൻ. അതിവിടെ എഴുതി വയ്ക്കാം. കാരണം ശ്രീകൃഷ്ണനിൽ, ഞാൻ ഭാവാർത്ഥം, ശ്രീകൃഷ്ണനിൽ പരമപ്രേമലക്ഷണമായ ഭക്തിയോഗം പരിപൂർണമായി സിദ്ധിച്ചിട്ടുള്ള കുരുശ്രേഷ്ഠനായ വിതുരർ കുറേ ദിവസത്തിനുള്ളിൽ കാളിന്ദി തീരത്തു നിന്ന് മൈത്രേയരുടെ വാസസ്ഥാനമായ ഹരിദ്വാരം എന്നു പേരുള്ള ഗംഗാനദിയുടെ സ്ഥാനത്തെ പ്രാപിച്ചു. അവിടെയാണ് അദ്ദേഹം സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ 3ാം സ്കന്ധേ ബന്ധസർഗനിരൂപണ പ്രകരണ വിതുരമൈത്രേയ സംഗമനിരൂപണം നാമ 4ാധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ 4ാം അധ്യായം കഴിഞ്ഞു. ഇനി നമുക്ക് 5ാം അധ്യായത്തിലേക്ക് കടക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം 3ാം സ്കന്ധം 5ാം അധ്യായം. ശ്രീശുകാവാച ദ്വാരിദ്യൂനദ്യാ ഋഷഭകരുണാം മൈത്രേയാമാസീനമാഗധബോധം ക്ഷത്തോപസ്യാത്യാച്യുതഭാവശുദ്ധ പപ്രശ്ച ശൗശീലഗുണാഭിതൃപ്താം. ദ്വാരിദ്യുനദ്യാ ഋഷഭകുരുണാം മൈത്രേയമാസീനമഗാധബോധം ക്ഷത്തോപസൃത്യാച്യുതഭാവശുദ്ധാ പപ്രശ്ച ശൗശീലഗുണാഭിതൃപ്താം. കുരുക്കളിൽ ശ്രേഷ്ഠനായും
കൃഷ്ണഭക്തിയാൽ ശുദ്ധനായി മരിക്കുന്ന വിതുരർ ഗംഗാദ്വാരത്തിലിരിക്കുന്ന അഗാധമായ അറിവോടുകൂടിയ മൈത്രേയ മുനിയോട് അരികത്ത് ചെന്നിട്ട് ശൗശീല ഗുണത്താൽ ഏറ്റവും തൃപ്തനായിട്ട് ചോദിച്ചു. വളരെ വിനയാന്യതനായിട്ട് ചോദിച്ചു, നമസ്കാരം മഹർഷി, ഞാൻ വിതുരരെന്ന് പറയും. വഴിയാത്രയിൽ ഉദ്ധവരെ കണ്ടു. അദ്ദേഹം എനിക്കൊരു സന്തോഷവർത്തമാനം തന്നു. സാക്ഷാൽ ശ്രീഹരി തൻ്റെ ഭക്തോത്തമനായ അങ്ങയോട് എനിക്ക് ബ്രഹ്മോപദേശം ചെയ്യണം എന്ന് പറഞ്ഞു കേട്ടു. അത് സൗകര്യമുള്ള മാതിരി ചെയ്യാം. ഞാനിതാ അങ്ങയുടെ തിരുവാദപത്മങ്ങളെ സ്വീകരിക്കണം, അല്ലെങ്കിൽ നമിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ശുഗമുനി അരുളി ചെയ്തു എന്നാണ്. കുരുവംശത്തിൽ ജനിച്ചവരിൽ പ്രധാനിയും ശ്രീകൃഷ്ണ ഭക്തിയാൽ പരിശുദ്ധനുമായ വിതുരർ ഹരിദ്വാരം എന്ന് സുപ്രസിദ്ധമായ ഗംഗാധാരത്തിൽ ഇരിക്കുന്ന പരമജ്ഞാനിയായ മൈത്രേയരുടെ സമീപത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ ശൗശീല്യാദി ഗുണങ്ങളാൽ ഏറ്റവും സന്തോഷിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു. വിതുരാവാച, എന്താത്? സുഖായ കർമാണി കരോതി ലോകോ നദേ സുഖം വാന്യതുപാരമം വാം വിന്ദേത ഭൂയസ്തദയേവ ദുഃഖം യതത്ര യുക്തം ഭഗവാൻ വദേന്നാം. സുഖായ കർമാണി കരോതി ലോകോ നദൈ സുഖം വാന്യതുപാരമം വാം വിന്ദേത ഭൂയസ്തദയേവ ദുഃഖം യതത്ര യുക്തം ഭഗവാൻ വദേന്ന. അതിൻ്റെ വാക്കാർത്ഥം പറയണു. ലോകം സുഖത്തിനായിക്കൊണ്ട് കർമ്മങ്ങളെ ചെയ്യുന്നു. ലോകരെ സുഖത്തിനായിക്കൊണ്ട് കർമ്മങ്ങളെ ചെയ്യുന്നു. അവയാൽ സുഖത്തെയോ ദുഃഖത്തിൻ്റെ വിരതിയെയോ പ്രാപിക്കുന്നില്ല. ഇത് ഞാനല്ല പറഞ്ഞത്, ഭാഗവതം പറയണു. എല്ലാവരും കർമ്മം ചെയ്യണത് സുഖിക്കണം വിചാരിച്ചിട്ടാണ്. പക്ഷെ സുഖം കിട്ടണില്ല. കാരണം എന്താ? സുഖം കിട്ടണമെന്നുണ്ടെങ്കിൽ, ആത്മസുഖം കിട്ടണമെങ്കിൽ പരമാത്മ ചൈതന്യത്തെ പ്രീതിപ്പെടുത്തണം. ഈശ്വരനിൽ നിന്ന് അകന്ന്, ഈശ്വരീയതയിൽ നിന്ന് അകന്ന് ഒരാൾക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം സോക്കാൾഡ് ഈശ്വരീയത നമ്മുടെ ഉള്ളിലാണ്. ടു ബി കൈൻഡ് ടു ആൾ. ദിവ്യ ചൈതന്യം നമ്മുടെ ഉള്ളിലാണുള്ളത്. അതിനെ മറന്നുകൊണ്ടുള്ള ജീവിതക്രമമൊക്കെ താളം തെറ്റിക്കും. അപ്പോൾ അതിൽ നിന്ന് തന്നെ ദുഃഖമുണ്ടാകുന്നു. ചെയ്ത കർമ്മഫലത്തിൽ നിന്നാണ് ദുഃഖം ഉണ്ടാകുന്നത്. ലോകത്തിൽ ഉചിതം ഏതൊന്നാണെന്ന് നിന്തിരുവടി ഞങ്ങളോട് പറയണം. ദുഃഖമില്ലാതെ കണ്ടിരിക്കാൻ ഉചിതമായത് ഏതാണ് എന്ന് അങ്ങ് പറയണം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയണു. ഹേ ഭഗവൻ, സുഖത്തെ ആഗ്രഹിച്ചുകൊണ്ട് ജനസമുദായം പ്രവൃത്തിയെടുക്കുന്നു. എന്നാൽ ആ പ്രവൃത്തികൾ കൊണ്ട് അവർക്ക് സുഖമോ വിരതിയോ, അതായത് ദുഃഖമില്ലാത്ത അവസ്ഥയോ സംഭവിക്കുന്നില്ല എന്ന് തന്നെയല്ല, വീണ്ടും ദുഃഖമുണ്ടാകുന്നതേയുള്ളൂ. അതുകൊണ്ട് ഈ ലോകത്തിൽ എങ്ങനെയാണ് കഴിഞ്ഞുകൂടേണ്ടത് എന്ന് നിന്തിരുവടി ഞങ്ങൾക്ക് ഉപദേശിക്കണം. ചോദിക്കുന്നത് വിതുരരാണെങ്കിലും കേൾപ്പാൻ ആഗ്രഹമുള്ള പലരും ഒരുമിച്ചുണ്ടായിരുന്നത് കൊണ്ടാണ് ഞങ്ങളോട് എന്ന് ബഹുവചനം ഉപയോഗിച്ചത്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വിതുരരെ കാണാൻ വിതുരരെ മൈത്രേയനെ കാണാൻ പോവുകയാണ് എന്നറിഞ്ഞപ്പോൾ കുറേ ഋഷീശ്വരന്മാർ അദ്ദേഹത്തിനൊപ്പം കൂടി. കാരണം ഭഗവാനാൽ പറയപ്പെട്ടിട്ടുള്ള ആത്മോപദേശം മൈത്രേയ മഹർഷിയിൽ നിന്ന് നമ്മൾക്കും കേൾക്കാം. അത് നമ്മൾക്കും ഒരു ഉപകാരം ചെയ്യും, അല്ലേ? അതാണ് ഉദ്ദേശം. അപ്പോൾ സത്കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കണ്ടാൽ അവരോടുള്ള ചങ്ങാതിത്വം വിടരുത്. അവരേനെ മനസ്സിൽ വെച്ചുകൊണ്ട്, അവരേനെ ആത്മമിത്രമായിട്ട് വെച്ചുകൊണ്ട് നമ്മൾ കഴിയണം. എന്നാൽ എന്താ ജീവിതത്തിൽ ചോദിച്ചാൽ, സ്വന്തം കർമ്മഫലത്തിൽ നിന്ന് അനുഭവിക്കേണ്ടതായ ദുഃഖത്തിന് ശമം കിട്ടും. കാരണം മനസ്സിന് ഒരു യൂട്ടേൺ എടുക്കാൻ സാധിക്കും. മനസ്സ് യൂട്ടേൺ എടുത്താൽ ഈശ്വരനായി. മനസ്സ് യൂട്ടേൺ എടുക്കാതെ കണ്ട്
ലൗകികതയുടെ പിന്നാലെ പരക്കം പായ കാരണമാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്, മനസ്സിലായില്ലേ? എന്നാൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഭാര്യ, കുട്ടികൾ, ധനം, വീടൊക്കെ ആവാം. അതിന് നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭുക്തിമുക്തിപ്രദാനാണ് ഭഗവാന്റെ പേര്. അപ്പോൾ ഭുക്തി തന്നതിൻ്റെ ശേഷമേ മുക്തി തരുള്ളൂ. അപ്പോൾ ചെയ്ത കർമ്മത്തിൻ്റെ ഗുണഗണങ്ങൾ നമ്മളെ അനുഭവിപ്പിക്കും ഭഗവാൻ. അപ്പോൾ സത്കർമ്മം ചെയ്യാത്തവർക്കാണ് ബുദ്ധിമുട്ടുണ്ടാവുക, മനസ്സിലായില്ലേ? അപ്പോൾ ഏവർക്കും ശ്രീ ഹരിയുടെ അനുഗ്രാശസ്സുകൾ മേൽക്കുമേൽ ഉണ്ടാവട്ടെ എന്നും ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ നിത്യപ്രാർത്ഥന എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ കാണാം.